ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗമൊക്കെ ഒരു കാവ്യവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് അധികാരത്തിൻ്റെയും ചെങ്കോലിൻ്റെയും ഒക്കെ കൈകളിലൂടെയാണ് വരുന്നത് എന്നൊരു വിഷമഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യഖ്ബല മിൻഹു വൽ ആഖിറതു. സഹോദരങ്ങളെ, വിശ്വാസം അഴിച്ചു വെക്കാനുള്ളതല്ല എന്ന തലക്കെട്ടിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന് ശേഷമുള്ള തുറന്ന ചർച്ചയിലാണ് നമ്മൾ. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ മാത്രം തുടങ്ങിയതല്ല. യഥാർത്ഥത്തിൽ അക്കാദമിക തലങ്ങളിൽ ഇത്തരം പരിശ്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇന്നിവിടെ ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള സവിശേഷത അധികാരത്തിൻ്റെ പിൻബലത്തോടുകൂടി അതിനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു എന്നാണ്. അവിടെ മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളതല്ല. അവിടെ നേരത്തെ തൻവീർ സൂചിപ്പിച്ചതുപോലെ എന്ത് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയും, എന്ത് സമുദായത്തിന് ചെയ്യാൻ കഴിയും, എന്ത് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. മറിച്ച് പൊതുവായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങി എനിക്ക് മാത്രം എന്ത് ചെയ്യാൻ കഴിയുമെന്നും അതിൻ്റെ പേരിൽ എനിക്കെന്ത് കിട്ടുമെന്നും ചിന്തിക്കുന്നൊരവസ്ഥാവിശേഷമാണ് പലപ്പോഴും ഉള്ളത്. പലപ്പോഴും പ്രശ്നം ഉണ്ടാകുമ്പോൾ സംഘടനകൾ ചിന്തിക്കുന്ന രീതി ഈ പ്രശ്നത്തെ എൻ്റെ സംഘടനയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമെന്ന്. അപ്പോൾ പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്നൊരവസ്ഥാവിശേഷം ഉണ്ടാകും. അതല്ല യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. ഇവിടെ MSMനെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തെല്ലാം വലിയ പാരമ്പര്യമുണ്ട്. കേരളത്തിൽ ഈ രംഗത്ത് അഥവാ ഇപ്പോൾ വിദ്യാഭ്യാസ കാവ്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ രംഗത്തൊന്നും വേണ്ടത്ര ചിന്തിച്ചിട്ടില്ലായിരുന്ന സമയത്ത്, ആരും ചിന്തിച്ചിട്ടില്ലായിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ചരിത്ര പാഠപുസ്തകങ്ങളാണ് ഇന്ത്യയിലെ വർഗീയതയുടെ വേര് എന്ന് പച്ചയായി വിളിച്ചു പറഞ്ഞത് മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ മറ്റെവിടെയും ആ രൂപത്തിലുള്ള ശബ്ദമില്ലാതിരുന്ന സമയത്താണ് 1980കളുടെ അവസാനത്തിലും 90കളുടെ തുടക്കത്തിലുമെല്ലാമായി ചരിത്ര പാഠപുസ്തകങ്ങളിലെ വർഗീയതക്കെതിരെ എന്ന പേരിൽ MSM നടത്തിയ വ്യാപകമായ പ്രചരണ പ്രവർത്തനങ്ങൾ, ക്യാമ്പയിൻ, അതോടനുബന്ധിച്ച് MSM പുറത്തിറക്കിയ ലഘുകൃതി, അതോടനുബന്ധിച്ച് MSM നടത്തിയ ആ രംഗത്തെ പ്രവർത്തനങ്ങൾ സത്യത്തിൽ ഇന്ത്യയിലെ തന്നെ മുസ്ലിം ബുദ്ധിജീവികൾ ആ ഒരു തലത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിലെ വർഗീയ വിദ്വേഷത്തിൻ്റെ ധ്രുവീകരണത്തിൻ്റെ എല്ലാം ബീജങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പാഠപുസ്തകങ്ങളിലാണ്. ആ ചരിത്ര പാഠപുസ്തകങ്ങളാകട്ടെ ബ്രിട്ടീഷുകാരനും അതിനുശേഷമുള്ള ബ്രിട്ടീഷുകാരുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പിൽക്കാലഘട്ടത്തിലെ വർഗീയത മനസ്സിലുള്ള ചരിത്രകാരന്മാരും എഴുതി വെച്ച സാധനങ്ങളിലാണ് എന്നുള്ള വസ്തുത പിൽക്കാലഘട്ടത്തിലാണ് പലപ്പോഴും ഈ ഇടതുപക്ഷ ബുദ്ധിജീവികളടക്കം തുറന്നു പറയാൻ തുടങ്ങിയത്. അപ്പം ഞാൻ പറയുന്നത് അത് നമ്മൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഞങ്ങളായിരുന്നു എല്ലാം എന്ന് പറയുന്നതിന് വേണ്ടിയല്ല. അങ്ങനെ പറഞ്ഞ് പകരാനുണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ശൈലി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ലതാനും. എന്താണോ സമുദായത്തിന് ആവശ്യം അത് ആ സമുദായത്തിന് നൽകുകയും അതിൻ്റെ അവകാശവാദം ഉന്നയിക്കാതെ അതിൻ്റെ ഫലം സമുദായത്തിലെ എല്ലാവരും വരുമ്പോൾ അതിൻ്റെ ആ ഫലം എല്ലാവരും അനുഭവിക്കുമ്പോൾ ആ ഫലം അനുഭവിക്കുന്ന അവസ്ഥ നിലനിൽക്കുന്നതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മുജാഹിദുകൾ അനുവർത്തിച്ചു പോകുന്ന ശൈലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്ത് ചരിത്ര പാഠപുസ്തകങ്ങളിലും അല്ലാത്ത രംഗത്തുമെല്ലാം കാവ്യവൽക്കരണം നടക്കുമ്പോൾ രണ്ട് രൂപങ്ങളിൽ ഇടപെടാൻ കഴിയണം. ഒന്ന്, അതിനകത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഗവേഷണാത്മകമായി അവരുടെ വാദങ്ങളെ കൃത്യമായി ഖണ്ഡിക്കുകയും യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് കൃത്യമായി ലോകത്തെ പഠിപ്പിക്കുകയും ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണം. അവിടെ ഓരോരുത്തരും പരിശ്രമിക്കുകയും ഒരുമിച്ച് നിന്ന് സമുദായം ആ രംഗത്തുള്ള ശക്തമായ ശ്രമങ്ങൾ നടക്കുകയും വേണം.
മൊത്തത്തിലുള്ള പൊതുവിദ്യാഭ്യാസം മുഴുവനും കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, പൊതുവിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾക്ക് വിധേയമാക്കുകയാണെങ്കിൽ സമാന്തര വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കേണ്ട അവസ്ഥാവിശേഷം മുസ്ലിം സമുദായത്തിന് മൊത്തത്തിൽ വന്നു ചേരും. അത് ഗൗരവതരമായുള്ള ചിന്ത ഉണ്ടാവുക, എപ്പോഴും അത്തരം ചിന്തകൾ ഉണ്ടാവുക, പൊതുവിദ്യാഭ്യാസത്തെ ഈ രൂപത്തിൽ തങ്ങളുടെ ആശയങ്ങൾക്കനുസൃതമായി കുട്ടികൾ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അത് നിയമകൂടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധിക്കുവാനുള്ള പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് അത്തരം പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടത്. നമുക്ക് ചെയ്യാനുള്ളത് നിയമകൂടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിരോധ ശ്രമങ്ങൾ തന്നെയാണ്. അപ്പൊ ഇപ്പോൾ തന്നെ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തീരെ ഗൗരവതരമല്ലാത്ത, തീരെ സംഗതമല്ലാത്ത രൂപത്തിലുള്ള ഒരുതരം വർത്തമാനം പറഞ്ഞ രൂപത്തിലുള്ള ജഡ്ജിമാരെല്ലാം ഇരിക്കുമ്പോൾ ഈ രംഗത്ത് നിയമകൂടത്തെ എത്രത്തോളം പോസിറ്റീവായി സൃഷ്ടിപരമായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷ പലപ്പോഴും നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലാണ് ഞാൻ പറഞ്ഞത് സമാന്തരമായ മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന്. ഏതായിരുന്നാലും ഉറങ്ങിയിരിക്കേണ്ട സമയമല്ല ഇത്. പരസ്പരം അത്തരം രംഗങ്ങളിൽ ആരാണ് വലുത് എന്ന് തർക്കിക്കേണ്ട സന്ദർഭവുമല്ല, മറിച്ച് എല്ലാവർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഗൗരവതരമായി ആലോചിക്കുകയും ആ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യേണ്ട സമയപാട് അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. ഈ അടുത്ത കാലത്ത് മാതൃഭൂമി, മനോരമ പോലുള്ള ന്യൂസ് ചാനലുകളിലെ തൊലാഖുമായി ബന്ധപ്പെട്ടും ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകൾ നടക്കുകയുണ്ടായി. ഇത്തരം ചർച്ചകളിലെല്ലാം പങ്കെടുത്തത് യഥാർത്ഥ ഇസ്ലാമിൻ്റെ ABCD പോലും അറിയാത്ത കേവലം മുസ്ലിം നാമധാരികൾ മാത്രമാണ്. അത് മുഖേന അത്തരം ചർച്ചകളിലൂടെ ഇസ്ലാം ഇതാണ് എന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ എന്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാം ഉൾക്കൊള്ളുന്ന നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ മതപണ്ഡിതന്മാർ ഇത്തരം മുഖ്യധാര മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം. സഹോദരൻ നിഷാദിന്റെ ചോദ്യം, മാധ്യമ ചർച്ചകളിൽ എന്തുകൊണ്ട് യഥാർത്ഥ ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത്. യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ആവശ്യം മസാലയാണ്. മസാല എന്ന് പറയുന്നത് പലപ്പോഴും നമുക്കറിയാലോ, ഈ തർക്കങ്ങളിൽ എപ്പോഴും തർക്കങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിന്റെ കുറെ പ്രതിനിധികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യം സമുദായത്തിന് എന്തെങ്കിലും ഒരു വ്രണമുണ്ടാവുകയും ആ വ്രണത്തിന് ഇങ്ങനെ കടിച്ചു തൂങ്ങിയിട്ട് അവര് ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ ബുദ്ധിജീവികളുണ്ട്. സമുദായത്തിന്റെ പേരിൽ സമുദായത്തിന്റെ എന്തെങ്കിലും വ്രണമുണ്ടെങ്കിൽ ആ വ്രണങ്ങൾ ഇങ്ങനെ കടിച്ചു തൂങ്ങുക, ആ വ്രണം എന്നും നിലനിൽക്കണം, അതിനിങ്ങനെ കടിച്ചു തൂങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സ്ഥാപിക്കലാണ് അവരുടെ ആകെയുള്ളൊരു ദൗത്യം. അപ്പൊ അത്തരം ആളുകളെയാണ് മാധ്യമങ്ങൾക്കും ആവശ്യം. കാരണം മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആത്യന്തികമായ ആവശ്യം ഇസ്ലാമിന് ഈ രംഗത്ത് എന്ത് പറയാനുണ്ടെന്ന് സ്ഥാപിക്കലോ ഇസ്ലാമിന്റെ യഥാർത്ഥത്തിലുള്ള വീക്ഷണം പറഞ്ഞു കൊടുക്കലോ അത് ആളുകളിൽ എത്തിക്കലോ ഒന്നുമല്ല. അത്തരം ആളുകളെ പങ്കെടുപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ല. മറിച്ച് അവർക്ക് ആവശ്യം എപ്പോഴും ഇസ്ലാമിനെ ഇകഴ്ത്തുകയും ഇസ്ലാം ഈ രംഗത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയും മുസ്ലിങ്ങളെല്ലാം തന്നെ വളരെ പിന്നോക്കമാണെന്ന് വരുത്തി തീർക്കുകയെല്ലാം ചെയ്യലാണ്. തൊലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണെങ്കിലും ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണെങ്കിലും എല്ലാം മുസ്ലിം ബുദ്ധിജീവി പ്രതിനിധികളെല്ലാം പറയപ്പെടുന്ന ആളുകൾ പോലും പലപ്പോഴും ഒരു തരത്തിലുള്ള മാപ്പുസാക്ഷികളുടെ സ്വരത്തിലായിരുന്നു സംസാരിച്ചിരുന്നത് എന്നത് സങ്കടകരമാണ്. മുസ്ലിമിനെ എല്ലാം സമഗ്രമായി പ്രതിനിധീകരിക്കുന്ന ആളുകൾ എന്നെല്ലാം പറയുന്ന ആൾക്കാർ പോലും ഒരുതരം മാപ്പുസാക്ഷികളുടെ സ്വരത്തിൽ സംസാരിക്കുകയും ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ ഞങ്ങൾ തന്നെയാണ് ലോകത്ത് മുഴുവൻ സംസ്ഥാപിക്കുകയും ലോകത്തെ ഇസ്ലാമിനെ ആകെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇസ്ലാം ദിനം തന്നെ ഉണ്ടാവില്ല എന്ന രൂപത്തിൽ സ്റ്റേജിൽ വന്നിട്ട് പറയുകയും ചെയ്യുന്ന ആളുകൾ അവര് മാപ്പുസാക്ഷികളുടെ സ്വരത്തിൽ സംസാരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുന്നത് സങ്കടകരമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ചർച്ചകളിൽ എന്തുകൊണ്ട് വരുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരമായി പറയാനുള്ളത്, ചർച്ചകളിൽ എപ്പോഴും മാധ്യമത്തിന്റെ ആളുകൾക്ക് ആവശ്യം, മീഡിയകളുടെ ആളുകൾക്ക് ആവശ്യം ഇസ്ലാമിനെ യഥാരൂപത്തിൽ അവതരിപ്പിക്കലോ ഇസ്ലാമിനെ യഥാരൂപത്തിൽ പ്രതിനിധീകരിക്കലോ അല്ല, ഇസ്ലാം എന്തോ കുഴപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കലാണ്. അതിനു പറ്റിയ ആളുകളെയാണ് അവർ ക്ഷണിക്കുക എന്ന് മാത്രമാണ് ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിക്കേണ്ടത്. അയാം ഓക്കെ മറ്റുള്ളവർ നോട്ടൊക്കെ എന്നുള്ളതല്ല ഞാൻ വിശ്വസിക്കുന്നത്, അങ്ങനല്ല പറയാം.
ഇപ്പോൾ ഇസ്ലാം ഓക്കെ, ആ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായിട്ട് ഖുർആനും സഹിയായ ഹദീസിനും വിരുദ്ധമായിട്ട് ആരെന്ത് പറഞ്ഞിട്ടാണെങ്കിൽ നോട്ട് ഓക്കെ എന്നാണ്. പിന്നെ ഞാൻ ഇത് പറഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, അത്ര ജസ്റ്റ് പറഞ്ഞതുള്ളൂ. ഇപ്പോൾ ഇതേമാതിരി ഒരു മാധ്യമ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ സംഘടനപ്പെട്ട ആൾക്കാരെ അറിഞ്ഞു വിളിക്കുകയാണെങ്കിൽ, ഇപ്പം നിലവിളക്കിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഈ താടി വെക്കുന്നതിൻ്റെ വിഷയത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ എന്താണ്, ഈ നേതൃത്വത്തിൽ ഈ താടി വെക്കുന്ന ആൾക്കാരും നിലവിളക്ക് കൊളുത്താത്ത ആൾക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരല്ലേ വേണ്ടേ? അപ്പോഴല്ലേ അവിടെ പോകുമ്പോൾ അവർക്ക് എന്താണ്, പിന്നെ അവിടെ വരുന്ന ചർച്ചയിൽ എന്താണ് നല്ല കാര്യക്ഷമമായിട്ട് എന്താണ് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, ഇതാണ് എൻ്റെ ഒരു ഇതിനെന്തെങ്കിലും മറുപടി ഉണ്ടെങ്കിൽ. എൻ്റെ സുഹൃത്തിന് എന്താ കാര്യം മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം ഐ എം ഓക്കെ, യു ആർ ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്നത് ആദർശത്തിൻ്റെ വിഷയത്തിലല്ല. ലോകത്തെ ഏത് ആദർശത്തിൻ്റെ വക്താക്കൾക്കും സ്വാഭാവികമായും തങ്ങളുടെ ആദർശമാണ് ശരി എന്നുള്ള ബോധം ഉണ്ടാകും. ആ ബോധം ഇല്ലെങ്കിൽ ആദർശത്തിന് തന്നെ നിലനിൽപ്പില്ല, ആദർശത്തെ പറഞ്ഞു കൊടുക്കുന്ന പ്രശ്നത്തിന് നിലനിൽപ്പില്ല. ലോകത്തെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിക്കുന്നത് കമ്മ്യൂണിസമാണ് ശരിയെന്നാണ്, മുതലാളിത്തം തെറ്റാണെന്നാണ്. ഹിന്ദുക്കൾ വിചാരിക്കുന്നത് ഹിന്ദുമതം ശരിയാണെന്നാണ്, ബാക്കിയെല്ലാം തെറ്റാണെന്നാണ്. ക്രിസ്ത്യാനികൾ വിചാരിക്കുന്നത് ക്രിസ്തു ദൈവമാണ് എന്നാണ്, ബാക്കി എല്ലാ ദൈവങ്ങളും ദൈവങ്ങളല്ല എന്നാണ്. ഇസ്ലാമിക ആശയപ്രകാരം ഇസ്ലാമാണ് സത്യം, യാതൊരു സംശയവുമില്ല. നമ്മളെല്ലാവരും അത് പ്രബോധനം ചെയ്യുന്ന ആളുകളാണെല്ലാം. പക്ഷേ വ്യക്തിത്വത്തിൻ്റെ വിഷയത്തിലുള്ള വീക്ഷണങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അഥവാ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ഞാൻ എന്നുള്ള വ്യക്തി പറയുന്നതും ഞാൻ വിചാരിക്കുന്നതും മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ എന്ത് വിചാരിച്ചാലും എന്ത് കരുതിയാലും എങ്ങനെയാണെങ്കിലും അവരുടേതെല്ലാം തെറ്റായിരിക്കും എന്നൊരു ബോധമാണ് മനഃശാസ്ത്രജ്ഞന്മാർ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെയുടെ തലമായിട്ട് എടുക്കുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്ത് തന്നെ സൂചിപ്പിച്ച രണ്ടാമത്തെ പ്രശ്നവും ഈ ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെയുടെ സൃഷ്ടിയാണ്. ലോകത്ത് മനുഷ്യന്മാർക്ക് ആർക്കും തെറ്റുപറ്റാത്ത ഉണ്ടാവില്ല. ആ തെറ്റുപറ്റി തിരുത്തി കഴിഞ്ഞാൽ ആ തിരുത്തിയതിൻ്റെ പേരിൽ വീണ്ടും 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 ഇങ്ങനെ അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് സ്വയം തെറ്റ് കണ്ടെത്തുവാനുള്ള മനസാക്ഷിയില്ലാത്തത് കൊണ്ടാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആർക്കും അബദ്ധങ്ങൾ പറ്റാം. ആ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് മുസ്ലിം തിരുത്തുകയാണ് ചെയ്യേണ്ടത്. ആ തിരുത്തി കഴിഞ്ഞയാളെ കുറിച്ച് പിന്നെയും അതാണ് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുന്നത് നമ്മളിലുള്ള പ്രശ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് ആർക്കാണെങ്കിലും മുസ്ലിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ ആർക്കുമാണെങ്കിലും അബദ്ധങ്ങൾ സംഭവിക്കാം. ആ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ആ അബദ്ധങ്ങൾ സംഭവിച്ച ആളുകളെ തിരുത്തുക എന്നുള്ളതാണ് പ്രസ്ഥാനത്തിന്റെ രീതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിലവിളക്കുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ താടിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോ ലോകത്ത് എന്തിൻ്റെയെങ്കിലും ചർച്ചയിൽ എന്തിനെങ്കിലും പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധിക്കും പങ്കെടുത്തിട്ട് യാതൊരു രൂപത്തിലും തല താഴ്ത്തേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനം ആ രംഗത്ത് എവിടെ നിൽക്കുന്നു എന്നുള്ളത് പങ്കെടുക്കുന്ന ആളുകൾക്ക് കൃത്യമായി അറിയുന്നത് കൊണ്ട് തന്നെ. എന്നാൽ അവിടെ പ്രശ്നം നമ്മുടെ കണ്ണാടിയുടെ പ്രശ്നമാകുമ്പോൾ ആരെന്ത് പറയുമ്പോഴും അത് പ്രശ്നമാകും. അത് തന്നെയാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയിൽ നമ്മൾ രക്ഷപ്പെടാത്തിടത്തോളം കാലം ലോകത്ത് ആരെന്ത് നന്മ ചെയ്താലും അത് കാണാൻ നമുക്ക് കഴിയില്ല. ലോകത്ത് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന നന്മ എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഒരു നന്മ ചെയ്യുന്നതെങ്കിലും അതിലെ നന്മയുടെ വശം അംഗീകരിക്കുകയും അത് ആദരിക്കുകയും അതോടൊപ്പം തന്നെ ആ ശത്രുത ആദർശത്തിന്റെ വിഷയത്തിലാണെങ്കിൽ ആ ആദർശത്തിന്റെ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് മാന്യമായ ശൈലിയും അതാണ് യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വവും. മറിച്ച് എൻ്റെ ഒരു ശത്രു അയാൾ എന്ത് ചെയ്താലും ആ നന്മ ചെയ്താലും തിന്മ ചെയ്താലും അതിൽ തെറ്റു മാത്രം കാണുകയും അയാളിലുള്ള തെറ്റുകൾ മാത്രം എപ്പോഴും വിളിച്ചു പറയുകയും ചെയ്യുക എന്നും എന്നിലുള്ള തെറ്റുകൾ ഞാൻ കാണാതിരിക്കുക എന്നുമുള്ളതാണ് നേരത്തെ പറഞ്ഞ മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥ സംഘടനകളെ ബാധിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. സുനിയാസ് മുഹമ്മദ് പേര്, എൻ്റെ വീട് സിയാങ്കണ്ടം പുളിക്കൽ. പിന്നെ ഇപ്പോൾ ഈ സിഖ് സമുദായത്തിൽ എന്താണ് അവരെ ഗുരുനാനാക്ക് പറഞ്ഞുകൊണ്ട് അവരെ ആ അനുഭാവികൾ ഫുള്ള് ഏകദേശം എല്ലാവരും എന്താണ് താടിയും മറ്റേ തലപ്പാവൊക്കെ ധരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മിലിറ്ററിയിലും അതേമാതിരി യൂറോപ്യൻ കൺട്രീസിലൊന്നും ജോലി കിട്ടാനൊന്നും ബുദ്ധിമുട്ടില്ല. അതേമാതിരി എന്താണ് മുസ്ലിം സമുദായത്തിലെ ആൾക്കാരെ പ്രതിനിധാനം ചെയ്യണ ഈ പണ്ഡിതന്മാരെന്താണ് ആ പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട് ഉള്ള നേതൃത്വം ആവുമ്പോൾ അല്ലേ എന്താണ് അങ്ങനെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞിട്ടാണെങ്കിൽ അപ്പം കൂടുതൽ ആൾക്കാരെന്താണ് ഇവരെ ഫോളോ ചെയ്തേണ്ടെന്നാണ് താടി വളർത്തി അതേമാതിരി ശിരോവസ്ത്രം ധരിച്ച് നടക്കുമ്പോൾ എന്താണ് ഈ പ്രശ്നങ്ങളൊന്നും വല്ലാതെ പൊന്തൂല എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രം അവിടെയും ഇവിടെയും എന്താണ് ഈ താടിയും കാര്യങ്ങളൊക്കെ വെച്ച് നടക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത്.
സുഹൃത്തിന്റെ അഭിപ്രായം വളരെ സ്വാഗതാർഹമാണ്. എല്ലാവരും ഇസ്ലാമികമായ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കണം എന്നാണ് പറഞ്ഞതിന് ചുരുക്കം. തീർച്ചയായും. പക്ഷേ അതുകൊണ്ട് മാത്രം ലോകത്തെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടൂല. സിഖുകാരുടെ പ്രശ്നങ്ങൾ സിഖുകാരുടെ ഉള്ളിൽ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതേപോലെയല്ല ലോകത്ത് മുസ്ലിങ്ങളായി ജീവിക്കുന്ന ആളുകൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് ആ സിംബൽസിന്റെ പേരിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ താടി വളർത്തുക എന്നത്, താടി വളർത്തുക എന്നുള്ളത് ലോകത്ത് മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു. അഥവാ മുസ്ലിങ്ങൾക്ക് എവിടെയും താടി വളർത്തിക്കൊണ്ട് കയറി ചെല്ലാൻ കഴിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ താടി വളർത്തുന്ന ആളുകൾ കളവ് പറയുന്നവരാവുകയും താടി വളർത്തുന്ന ആളുകൾ പരസ്പരം ചൂഷണങ്ങൾ മാത്രം പറയുന്നവരാവുകയും താടി വളർത്തുന്ന ആളുകൾ ചതിക്കുന്നവരാവുകയും താടി വളർത്തുന്ന ആളുകൾ സ്ഫോടനങ്ങൾ നടത്തുന്നവരാവുകയും ചെയ്തപ്പോൾ ആളുകൾക്ക് താടി വളർത്തുന്ന ആളുകളെ തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അത് സ്വാഭാവികമായും അതിന്റെ ഫലമായി താടി വളർത്തുന്ന ആളുകളോട് തന്നെ പുച്ഛമനോഭാവം സമൂഹത്തിനുണ്ടായി, അല്ലെങ്കിൽ നിയമകൂടത്തിനുണ്ടായി, അല്ലെങ്കിൽ ഭരണകൂടത്തിലുണ്ടായി. ഇതില് എന്താ വെച്ചാൽ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ സ്വീകരിക്കണമെന്ന് നമ്മൾ പറയുന്നതോടൊപ്പം ആ ചിഹ്നങ്ങൾ പുറത്തുനിന്ന് വളരില്ല, ഹൃദയത്തിന്റെ അകത്തുനിന്ന് വളരുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് ആ ചിഹ്നങ്ങൾ കൊണ്ട് എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച രൂപത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ചിഹ്നങ്ങളായി മാത്രം സ്ഥിതി ചെയ്യുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മളുടെ പുറമെ മാത്രമാവുകയും നമ്മുടെ പ്രവർത്തനങ്ങളിൽ, വർത്തമാനങ്ങളിൽ, ഇടപാടുകളിൽ, സംസാരങ്ങളിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ചിന്തകളിൽ ഒന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഈ ചിഹ്നങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അതില്ലാത്ത രൂപത്തിൽ ഈ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുക തന്നെയാണ് വേണ്ടത്. പണ്ഡിതന്മാർ ആ രൂപത്തിൽ തന്നെ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അവിടെ താടി വളർത്തണം എന്ന് പറയുമ്പോൾ വളർത്തുന്ന വിഷയത്തിൽ നമുക്ക് എവിടെ എത്ര എന്നെല്ലാമുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർ തന്നെ ചർച്ച ചെയ്യുകയും തർക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും പണ്ഡിതന്റെ താടിന്റെ വലിപ്പം കുറഞ്ഞു എന്നതിന്റെ പേരിൽ അയാളെ ചോദ്യം ചെയ്യുന്നതിന് പകരം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ ജീവിത മാതൃകയിൽ എത്രത്തോളം ശരിയായി എന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള രീതി. മുൻപുള്ള പണ്ഡിതന്മാരെന്നും ലോകത്ത് മുൻപ് ഒരുപാട് പണ്ഡിതന്മാർ 14 നൂറ്റാണ്ടായി സഹാബിമാരുടെ കാലഘട്ടം മുതൽ തന്നെ പണ്ഡിതന്മാരും അതേപോലെ തന്നെ സദ്വൃത്തരായ ആളുകളും ജീവിച്ചു പോന്നിട്ടുണ്ട്. അവർക്കിടയിൽ എല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങളിൽ അവരാരെയും പരസ്പരം ചീത്ത പറയുകയോ കുറ്റം പറയുകയോ ആരുടെയെങ്കിലും പുറമേക്കുള്ള രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ ആരെയെങ്കിലും മോശമായി ചിത്രീകരിക്കുകയൊന്നും ചെയ്യുന്ന ഏർപ്പാട് ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ തീർച്ചയായും താടി വളർത്തണം, അതേപോലെ തന്നെ ഇസ്ലാമിന്റെ ഷിയാറുകളെല്ലാം സ്വീകരിക്കണം. അത് എത്ര, എങ്ങനെ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള സ്ഥിതിക്ക് ഒരാളുടെ താടിനെ നീളം നോക്കിയിട്ട് അത് അളന്ന് നോക്കിയിട്ട് അയാളുടെ തഖ്വയും അയാളതിന് പറ്റുമോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നതിന് പകരം അവനവൻ എത്രത്തോളം ഇതിന് പറ്റും എന്ന് തീരുമാനിക്കുന്ന ഒരു അവസ്ഥക്കാണ് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് എന്നാണ് എനിക്ക് ആ ചോദ്യത്തിന്റെ പ്രതികരണമായി പറയാനുള്ളത്. ഇതൊരു സംവാദമല്ല, നിങ്ങളവിടെ ഇരിക്കും. ഞാൻ അടുത്ത ആൾ ചോദിക്കട്ടെ. അസ്സലാമു അലൈക്കും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന പോലുള്ള പ്രശ്നങ്ങളിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത് എന്ന് വിശദീകരിക്കാം. ഇപ്പോൾ എക്സാമിന് ഇപ്പോൾ തട്ടാൻ സമ്മതിച്ചില്ലല്ലോ, പലരും തട്ടയച്ചു വെച്ചിട്ട് എക്സാം എഴുതാനുണ്ടായിരുന്നു. ഒരു മുസ്ലിം എന്ന നിലക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടിയിരുന്നത്? യഥാർത്ഥത്തിൽ മുസ്ലിം എന്നുള്ള നിലക്ക് സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാട്, ഒന്നാമതായി നിയമത്തെ യഥാരൂപത്തിൽ ആദ്യം അങ്ങനെ ഒരു നിയമം ഉണ്ടായി വരുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ നിയമം കൊണ്ട് തന്നെ പ്രതിരോധിക്കുക എന്നുള്ള രീതിയായിരുന്നു. അതാണ് ഒന്നാമത് ചെയ്യേണ്ടിയിരുന്നത്. രണ്ടാമതായി ഇത്തരം ഒരു കർക്കശമായ നിയമം നിലനിൽക്കുമ്പോൾ തീർച്ചയായും ആ നിയമത്തെ എങ്ങനെ ഇസ്ലാമികമായ തത്വങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് എങ്ങനെ ആ നിയമം അനുസരിക്കാതിരിക്കാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പല സ്ഥലങ്ങളിലും അത് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മുസ്ലിം വിദ്യാർത്ഥിനികൾ ടീച്ചർമാരുമായി ഒരു കരാറിൽ ഏർപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ടീച്ചർമാർ അവരെ ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ പർദ്ദയെല്ലാം ഇട്ടുകൊണ്ട് തന്നെ പരീക്ഷ എഴുതുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും തീരെ പറ്റൂല എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിൽ ഇസ്ലാമികമായി പർദ്ദ അഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹിജാബ് പുറത്താക്കിക്കൊണ്ട് പരീക്ഷ എഴുതുന്ന രീതി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇസ്ലാമിക വ്യക്തിത്വം ഒഴിവാക്കിക്കൊണ്ട്, അഥവാ മറ്റുള്ളവരുടെ മുന്നിൽ ശരീര പ്രദർശനം നടത്തിയാലേ പരീക്ഷ എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് തന്നെയാണ് ഇസ്ലാമികമായ രീതി. അസ്സലാമു അലൈക്കും.
പിന്നെ സിഖുകാരുടെ വേഷം എന്ന് പറഞ്ഞാൽ അത് അതിനെപ്പറ്റി സൂചിപ്പിച്ചല്ലോ, അതൊരു യൂണിഫോമാണ്. കാരണം നമ്മൾ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥികൾക്ക് ഒരു തരം യൂണിഫോം നിർബന്ധമാക്കും. അതിനോട് അങ്ങനെ ചോദ്യം ചെയ്യാനൊന്നും ആരും പോകാറില്ല, അതുപോലെയാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ശിരോവസ്ത്രം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ആ കാലത്ത് പ്രത്യേകിച്ച് മരുഭൂമിയിൽ അത് ആവശ്യമാണ്. പൊടിപടലങ്ങളൊക്കെ പറന്നു പോകുമ്പോൾ അത് ആണുങ്ങളും ധരിക്കാറുണ്ട്, ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേക സമയത്ത് കാരണം ഈ ശിരോവസ്ത്രം ധരിച്ച് വന്നാൽ കോപ്പിയടിക്കാനൊക്കെ വളരെ സുഖമാണ്. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയത്. ഇങ്ങനെ ശിരോവസ്ത്രം എല്ലാവർക്കും കന്യാസ്ത്രീകളെ പോലും സമ്മതിച്ചിട്ടില്ല. അപ്പോൾ പ്രത്യേക സമയത്ത് മാത്രം ഇത് അയച്ചു വെച്ച് പരീക്ഷ ഏതിലാണ് നല്ലത് എൻ്റെ അഭിപ്രായം. അത് വേണ്ടെന്ന് നോക്കുമ്പോൾ സമുദായത്തെ പിന്നോട്ട് തള്ളലാണ്. അങ്ങനെ പിന്നോട്ട് തള്ളി സമുദായം ഇപ്പോൾ ചവറ്റുകൊട്ടയിലാണുള്ളത്. എൻ്റെ പേര് ഹംസ. ഹംസൻ്റെ അഭിപ്രായം തീർച്ചയായും പ്രസക്തമാണ്. നമ്മൾ പിന്നെ അങ്ങനെ എഴുതരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദായത്തെ പിന്നോട്ട് തള്ളി ചവറ്റുകൊട്ടയിലാകും എന്നുള്ള. യഥാർത്ഥത്തിൽ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയല്ല. ലോകം എന്ന് പറഞ്ഞാൽ വലിയ ഒരു പ്രദേശമാണ്. ലോകത്ത് ഇന്ത്യയിലെ CBSE എന്ന് പറഞ്ഞ ഒരു ബോർഡ് മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തുള്ളത്. ലോകത്ത് വിദ്യാഭ്യാസ രംഗത്ത് മുന്നിൽ നിൽക്കുന്ന ഒരുപാട് ബോഡികളുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെ പോലെ, കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയെ പോലെ ഉള്ള ലോകത്തുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ ശിരോവസ്ത്രം ഇട്ടുകൊണ്ട് പൂർണ്ണമായും പർദ്ദയിട്ടുകൊണ്ട് മുഖമടക്കം മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. ഇന്ത്യ രാജ്യത്ത് മാത്രം എന്തുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാവണേ? ഇനി ഇന്ത്യയിൽ കോപ്പി എടുക്കണതാണ് പ്രശ്നം. എന്താ, ഇതിൻ്റെ ഉള്ളിൽ വല്ല ഇയർഫോണും തിരികെ വെച്ചിട്ട്? ശരിയാണ്, തീർച്ചയായും അതിനാണ് സ്വകാര്യമായി അത്തരം പരിശോധനകൾക്ക് സൗകര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ അടുത്ത് തന്നെ വരാൻ പോകുന്ന അടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ത്വക്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തൊലിയിൽ ഒരു ചിപ്പ് പറ്റിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ചിപ്പ് വഴി നമുക്ക് മെസ്സേജുകൾ കിട്ടിയിട്ട് എഴുതാൻ പറ്റുന്ന സംവിധാനം വരും. അപ്പോൾ അടിവസ്ത്രത്തിൻ്റെ ഉള്ളിൽ ഈ ചിപ്പ് പറ്റിച്ച് വെച്ചാൽ മതി എന്നുള്ള അവസ്ഥ വന്നാൽ അടിവസ്ത്രം പിന്നെ പുറത്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ ഒരു വസ്ത്രമില്ലാതെ പരീക്ഷ എഴുതേണ്ടി വരും എന്ന് CBSE പറഞ്ഞാൽ അതും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചെയ്യാതിരുന്നാൽ സമുദായം പിന്നോട്ട് പോകുമെന്ന് വിചാരിക്കല്ല വേണ്ടത്. അവിടെ വസ്ത്രം ഇട്ടിട്ട് തന്നെ ഞങ്ങൾ പരീക്ഷ എഴുതുള്ളൂ എന്ന് പറയാൻ വേണ്ടത്. അവിടെ എന്താന്ന് വെച്ചാൽ ഇത് ഓരോരുത്തർക്ക് തോന്നുന്ന ഓരോ പ്രശ്നമാണ്. സത്യത്തിൽ ജഡ്ജി പറഞ്ഞില്ലേ, 3 മണിക്കൂർ ശിരോവസ്ത്രം അയച്ചു വെച്ചാൽ കൊഴിഞ്ഞു പോകുന്നതല്ല വിശ്വാസം എന്നുള്ളത്. അയാളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്താണെന്ന് പോലും ആ സാധുവിന് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് ഞാൻ പറയുക. അയാൾക്ക് എന്താണ് വിശ്വാസം എന്നോ എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ തലങ്ങളെന്നോ മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് പറയട്ടെ, ഇന്ത്യൻ പൗരന് തൻ്റെ പൗരബോധം 3 മണിക്കൂർ വേണ്ടെന്ന് വെച്ചാൽ പിന്നീട് അയാൾക്ക് ഇന്ത്യൻ പൗരനാകാൻ കഴിയുമോ? വേറൊന്നും വേണ്ടല്ലോ. ഇന്ത്യൻ്റെ പൗരൻ അതാണല്ലോ. പിന്നെ ആ പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ ഭരണഘടനയും നിയമകൂടങ്ങളെല്ലാം ഉള്ളത്. ഇന്ത്യയുടെ പൗരൻ, ഒരു പൗരൻ, ജഡ്ജിയൊന്നും ആവേണ്ട, ഒരു സാധാ പൗരൻ, അയാൾ തൻ്റെ പൗരബോധം 3 മണിക്കൂർ നേരത്തേക്ക് ഒഴിവാക്കി വെച്ചാൽ അതുകൊണ്ട് ലോകത്തൊന്നും സംഭവിക്കാൻ പോണില്ല എന്ന് പറയാൻ ഏതെങ്കിലും ഒരു നിയമകൂടത്തിൻ്റെ ഒരു മനുഷ്യൻ തയ്യാറാകുമോ? ഇന്ത്യൻ പൗരൻ്റെ പൗരബോധമില്ലാതെയായാൽ അയാൾ ഇന്ത്യക്കെതിരാകാം, അയാൾ ഇവിടെ വന്നിട്ട് അയാൾ കലാപകാരിയാകാം, അയാൾ പ്രശ്നക്കാരനാകാം. ഇതെല്ലാം ഉണ്ടാകുന്നത് പൗരബോധം ഇല്ലാതാകുമ്പോഴാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പോലും വിശ്വാസം ഒഴിവാക്കി വെക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ഇതേപോലെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയെങ്കിലും ഇത്തരം വിവരമുള്ള ആളുകൾക്ക് ഉണ്ടാവണം. പണ്ട് ശരീഅത്ത് പ്രശ്നം ഉണ്ടായ സമയത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ആ ശരീഅത്തിൽ വിധി പുറപ്പിച്ച ജഡ്ജിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നടത്തിയൊരു പരാമർശമുണ്ട്. എന്താ വെച്ചാൽ വേറൊന്നല്ല, വക്കീൽ മൂത്തിട്ടല്ലേ ജഡ്ജി ആവണ് എന്നുള്ള പരാമർശം. ഇതേ സംഭവമാണ് ഇത്തരം ജഡ്ജിമാരെ പറ്റി നമുക്ക് പറയാനുള്ളൂ. യഥാർത്ഥത്തിൽ വക്കീലുമാരുടെ ആ ഒരു പിന്നെ വൈക്കം മുഹമ്മദ് ബഷീർ അത് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇവിടെ പിന്നെ നിയമകൂടത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നത് വളഞ്ഞ ശൃഗാല ബുദ്ധിയിലൂടെ എങ്ങനെയാണ് നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടത് എന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വക്കീലുമാർ ഉദാഹരിച്ചുകൊണ്ടാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു നിയമം മുസ്ലിമായി ജീവിക്കുന്നതിന് വിഘാതമാകുന്ന സന്ദർഭത്തിൽ ആ നിയമത്തെ ഇല്ലാതെയാക്കുവാനാണ് ഇന്ത്യയിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. എന്നാൽ ആ നിയമം
ആ നിയമം ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ്റെ ഭരണഘടന ഉപയോഗിച്ച് തന്നെ അതിനെ പ്രതിരോധിക്കാൻ കഴിയും. ഒരിക്കലും അത് നിലനിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ വിധി പുറപ്പെടുവിക്കുകയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു ജഡ്ജി അങ്ങനെ പരാമർശം നടത്തിയാലും ഒരു ജഡ്ജിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യൻ്റെ നിയമകൂടം എന്നുള്ളത്. അപ്പം അതിൻ്റെ മുകളിലേക്ക് പോവുകയും ആ രൂപത്തിൽ തന്നെ ഉള്ള ഒരു അവകാശ പ്രശ്നമായി കൊണ്ടുവരികയും ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായും നിലനിൽക്കാൻ കഴിയില്ല അത്തരം നിഷേധങ്ങൾക്കെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ശിരോവസ്ത്രം എന്ന് പറഞ്ഞാൽ അറേബ്യൻ സംസ്കൃതിയിലുണ്ടായതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികമായിട്ട് പഠിപ്പിച്ചെന്നാണ്. അല്ലാതെ അറേബ്യൻ സംസ്കൃതിയിൽ തലയിൽ പൊടി പാറണതുകൊണ്ടുണ്ടായ പ്രശ്നമൊന്നുമല്ല. ആ പരിശുദ്ധ ഖുർആനിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറച്ചു വെക്കണമെന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതല്ലാതെ നിർവാഹമില്ലാത്ത രൂപത്തിൽ മുസ്ലിം സ്ത്രീക്ക് മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഏതെങ്കിലും അന്യപുരുഷന്മാരുടെ മുന്നിൽ ഒരൽപ്പം പോലും പ്രദർശിപ്പിക്കാൻ ഒരു നിർവാഹമല്ല. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ജീവിതം. അവിടെ അങ്ങനെ നിന്നുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ കഴിയണം. അതിനാണ് നമ്മൾ പോരാടേണ്ടത്, അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അടിവസ്ത്രം മുടക്കം ഒഴിവാക്കി വെച്ചുകൊണ്ട് പരീക്ഷ എഴുതേണ്ട ഭാവിയാണ് ഉണ്ടാവുക. അങ്ങോട്ടാണ് ശാസ്ത്രം പോണത്, സാങ്കേതിക വിദ്യ പോണത്. അതുകൊണ്ട് ഇപ്പോൾ ലോകത്ത് ഞാൻ പറഞ്ഞല്ലോ, കാംബ്രിഡ്ജിനെ പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ എനിക്കറിയാം, ഓക്സ്ഫോർഡിനെ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ, ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ അവിടെ പരീക്ഷ എഴുതാൻ നമ്മളെക്കാളും ടെക്നോളജിക്കലി അഡ്വാൻസ്ഡാണ് അവിടെ പരീക്ഷ എഴുതാൻ കുപ്പായം അടിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ വിശേഷം ആർക്കില്ല. അവിടെ പരീക്ഷ എഴുതാൻ നിക്കാബടക്കം മുഖമടക്കം മറച്ചുകൊണ്ട് പരീക്ഷ എഴുതാൻ ഒരു പ്രശ്നവുമില്ല. എന്നാൽ അതിന് ഇൻവിജിലേറ്റേഴ്സ് വരുമ്പോൾ പരിശോധിക്കുവാനുള്ള സംവിധാനം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്, ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ലോകത്ത് എവിടെ എയർപോർട്ടിൽ പോയാലും ഇതേ പ്രശ്നമുണ്ട്. ആ എയർപോർട്ടിൽ പോയാൽ അതേപോലെ തന്നെ പരിശോധിക്കുവാൻ ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ രൂപത്തിൽ പരിശോധിക്കാൻ കഴിയും, ഇല്ലേ? അല്ലെങ്കിൽ എയർപോർട്ട് ഇപ്പോൾ ബോംബിൻ്റെ സമയമാണ്, എവിടെയും എങ്ങനെയും വെക്കാം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് യാത്ര ചെയ്യണമെങ്കിൽ തുണികുപ്പാലിൽ അഴിച്ചിട്ടിട്ട് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? ഏകദേശം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടാക്കുന്ന നിയമങ്ങൾ ആ രൂപത്തിലാണ് പലപ്പോഴും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഏത് നിയമങ്ങൾക്കനുസരിച്ചും മുസ്ലിങ്ങൾ തലകുനിക്കേണ്ടവരല്ല. നിയമങ്ങൾ എന്ത് വന്നാലും ഇസ്ലാമിൻ്റെ നട്ടെല്ലിൽ നിന്നുകൊണ്ട് ആ നിയമത്തോട് പോരാടേണ്ടവരാണ് മുസ്ലിങ്ങൾ. ഒരർത്ഥത്തിലും നിയമം ഇസ്ലാമികമായ നിയമങ്ങൾക്ക് നേരെ എതിര് വരുമ്പോൾ ആ നിയമങ്ങളോട് രാജിയാകാതെ നിയമങ്ങളോട് പ്രതിഷേധം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ നിന്ന് പുറത്തു പോരുക തന്നെയാണ് മുസ്ലിമിന് ചെയ്യാനുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് അരവിന്ദ്, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക സ്റ്റേയിൽ. ആദ്യമായിട്ട് ഇത്തരത്തിലൊരു പ്രതിഷേധ സദസ്സിനെ ഞാനൊരു രാഷ്ട്രീയ പ്രതിരോധമായിട്ടാണ് കാണുന്നത്. അതിനാദ്യം MSMനോട് അഭിനന്ദനം പറയുകയാണ്. കാരണം ഈ വിഷയത്തിൽ വേറെ ആരും ഇങ്ങനെ പ്രതികരിച്ച് കണ്ടതായിട്ട് അറിയില്ല, SIO അല്ലാതെ. പിന്നെ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ജഡ്ജി പറഞ്ഞല്ലോ 3 മണിക്കൂർ സമയത്തേക്ക് ഇത് അഴിച്ചു വയ്ക്കുന്ന സമയത്ത് വിശ്വാസം പോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സാർ കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞു. അതായത് ഒരു വ്യക്തി നിലനിൽക്കുന്നത് തന്നെ അങ്ങേരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ 3 മണിക്കൂർ പോയിട്ട് 1 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൈക്രോ സെക്കൻഡ് സമയത്തേക്ക് പോലും സ്വന്തം വിശ്വാസത്തെ മാറ്റി വെച്ചാൽ പിന്നെ അയാൾ ആ വ്യക്തി അല്ലാതെ ആയിട്ടായിരിക്കും ആ എക്സാം ഹോളിലേക്ക് പ്രവേശിക്കുക. സ്വന്തം വ്യക്തിത്വം അഴിച്ചു വെച്ചിട്ട് തന്നെയാണ് പ്രവേശിക്കുക എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ ശിരോവസ്ത്രത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതിപ്പോൾ ഒരു മനുഷ്യനോട് പറഞ്ഞാൽ അങ്ങേർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങേര് മതം നോക്കാതെ ആരോട് പറഞ്ഞാലും ഈ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങളിലുള്ള ആൾക്കാരെ കൂടി അവർക്ക് കൂടി ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്ന തരത്തിലേക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് പൊതു ഇടങ്ങൾ കുറഞ്ഞു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം പോലും സ്വന്തം മതത്തിൻ്റെ പേരിൽ സങ്കുചിതമാകുന്ന, രാമനും റഹീമിനും ഒരുമിച്ച് ഇരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാനായിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു കാലത്തേക്ക് പോകുന്ന രീതിയിലുള്ളൊരു കാലത്ത് ഒരു സെക്കുലർ മുസ്ലിമിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ? ഇത് മറ്റുള്ളവരെ കൂടി ഉൾപ്പെടുപ്പിച്ച് വലിയൊരു പ്രതിഷേധത്തിലേക്ക് വരുത്താൻ എന്താണ് ചെയ്യാൻ പറ്റുക? വളരെ പ്രസക്തമായ ഒരു അഭിപ്രായമാണ് എൻ്റെ സുഹൃത്ത് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇതൊരു പൗരാവകാശ പ്രശ്നമാണ്, ഒരു മാനുഷിക പ്രശ്നമാണ്. ഇന്ത്യയിൽ
എല്ലാ വിഭാഗം ആളുകൾക്കും അവർ സാമൂഹ്യദ്രോഹികളും സമൂഹത്തെ അപകടപ്പെടുത്തുന്ന രൂപത്തിലുള്ള ആളുകളും അല്ലാത്തിടത്തോളം കാലം അവരുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും അവരുടെ ചിന്തകളുമെല്ലാം അവർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്ര പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ കഴിയുമ്പോൾ മാത്രമാണ് ഒരു രാജ്യം മതനിരപേക്ഷമാവുക. ഒരു മുസ്ലിമിന് അയാളുടെ വിശ്വാസം പരീക്ഷ എഴുതണങ്ങ് മാറ്റിയേക്കണം, ഓഫീസിൽ പോകണമെങ്കിൽ മാറ്റിയേക്കണം, കോടതിയിൽ പോകണമെങ്കിൽ മാറ്റിയേക്കണം എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ആർക്കാണെങ്കിലും, മുസ്ലിമിന് നല്ല, ഹിന്ദുവിന് നല്ല, ക്രിസ്ത്യാനിക്ക് നല്ല, ആർക്കാണെങ്കിലും, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ പോലും അയാളുടെ വിശ്വാസവും അയാളുടെ ചിന്തയും ഒരു അല്പസമയത്തേക്ക് മാറ്റിവെച്ചിട്ട് ഇന്ത്യയുടെ പൊതുസമൂഹത്തിൽ അംഗമാകാൻ കഴിയൂ എന്നൊരവസ്ഥ വന്നാൽ മതനിരപേക്ഷത എന്ന് പറയുന്നതിൽ പിന്നെ ഒരു അർത്ഥമില്ല. അപ്പോൾ അത്തരം ഒരവസ്ഥയാണ് വളരെ വളരെ ഭീഷണമായ ഇന്ത്യയുടെ ഇന്നത്തെ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ അതേപോലുള്ള ആളുകളോ ആണ് പറയുന്നതെങ്കിൽ നമുക്ക് അവരുടെ പ്രത്യയശാസ്ത്രപരമായ തലം വെച്ചുകൊണ്ട് മനസ്സിലാക്കാനെങ്കിലും കഴിയുമായിരുന്നു. ഇത് ഇന്ത്യയുടെ വളരെ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ജഡ്ജിയാണ് തികച്ചും നിരുത്തരവാദപരമായ പരാമർശം നടത്തിയിട്ട് ഭരണഘടനയ്ക്ക് തികച്ചും വിരുദ്ധമായ വർത്തമാനം പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. അത് ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പൊതുസമൂഹത്തിൻ്റെ ഗൗരവതരമായ ചർച്ചയ്ക്ക് നിമിത്തമാവുകയും ആ പൊതുസമൂഹം ഇതിൽ ഇടപെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യണം. ഇവിടെ MSF ഇവിടെ ഒരു സ്റ്റെപ്പ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇത് ഒരു വലിയ ഭീഷണമായ ഒരു സിഗ്നൽ കൂടിയാണ്. ആ സിഗ്നലിൻ്റെ ഭീഷണി പൊതുസമൂഹം മനസ്സിലാക്കാതിരുന്നാൽ അപകടകരമാണത്. അത് മുസ്ലിങ്ങൾ എന്നൊരു വിഭാഗത്തിനെതിരെയോ അവരുടെ വസ്ത്ര സങ്കല്പത്തിനെതിരെയോ മാത്രമുള്ള പ്രശ്നമല്ല. ഞാൻ വിചാരിച്ചത് മാത്രം ശരി, ഞാൻ വിചാരിച്ച ശരിക്കെതിരെയുള്ള ആരെന്ത് പറഞ്ഞാലും അതെല്ലാം നിഷേധിക്കണമെന്നുള്ള ഫാഷിസ്റ്റ് മനഃശാസ്ത്രമാണ് ഇതിൻ്റെ പിന്നിൽ. അതിവിടെ നിൽക്കില്ല, അതവിടെ നിൽക്കില്ല. മുസ്ലിങ്ങളോടുള്ള കുതിരകയറലിൽ നിൽക്കില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിരോവസ്ത്രത്തോടുള്ള വിരോധത്തിൽ നിൽക്കില്ല. മറിച്ച് ഹിന്ദു സമൂഹത്തിൽ തന്നെയുള്ള അവാന്തര വിഭാഗങ്ങളുടെ ആശയങ്ങളോട് പോലും തീർച്ചയായും ഭാവിയിൽ ഇതേ രൂപത്തിലുള്ള അസഹിഷ്ണുത കടന്നു വരാൻ പോകുന്നു. അത് സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മതനിരപേക്ഷ സമൂഹമായി ഭാരതീയ സമൂഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ മൊത്തത്തിലുള്ള പ്രതിഷേധം എന്നുള്ളത് സ്വരങ്ങളിൽ മാത്രമല്ല, നിയമങ്ങളിൽ ഇടപെടുവാനും നിയമകൂടങ്ങളിൽ ഇടപെടുവാനും കഴിയുകയും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിരോധം തീർക്കുവാനും സാധിക്കണം. അതിനുള്ള ഒരു ചെറിയൊരു അറ്റംപ്റ്റ് മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് എൻ്റെ സുഹൃത്ത് തന്നെ പറഞ്ഞതുപോലെ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള, അപ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നി എനിക്കെല്ലാം അന്നത്തെ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ. വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ച ആളുകളിലൊന്ന് സിന്ധു ജോയി ആയിരുന്നു. അവർ പർദ്ദയിട്ടുകൊണ്ടാണ്, ശിരോവസ്ത്രം ഇട്ടിട്ട് പർദ്ദയിട്ടുകൊണ്ടാണ് അവരുടെ പ്രതിഷേധം അറിയിച്ചത്. ഞാൻ പറയുന്നത് ഒരു മുസ്ലിം സമുദായത്തിലെ വ്യക്തി അല്ലാതിരുന്നിട്ട് പോലും അവർ ഇതിൻ്റെ അപകടം മനസ്സിലാക്കുകയും പച്ചയായ ഒരു പെണ്ണെന്നുള്ള നിലക്ക്, ഒരു സ്ത്രീ എന്നുള്ള നിലക്ക്, സ്ത്രീ പ്രതിനിധി എന്നുള്ള നിലക്ക് പച്ചയായി തുറന്നു പറയുകയും ചെയ്തത് ഈ രൂപത്തിലുള്ള ഒരു മതനിരപേക്ഷ കൂട്ടായ്മ ഈ ഉണ്ടാകേണ്ടതുണ്ട് എന്നതിൻ്റെ സൂചന കൂടിയാണ്. ആ രംഗത്തും ഇതിൻ്റെ സംഘാടകർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് ശുഭോദർക്കമാണ് എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ എൻ്റെ അഭിപ്രായമായി പ്രകടിപ്പിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഫഹീം ബറാമി. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു. ഹ്യൂമാനിറ്റീസ് എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവാൻ പല സംവാദങ്ങൾ നമ്മൾ ക്ലാസ്സിൽ നടക്കാറുണ്ട്. നമുക്ക് സോഷ്യോളജി പല മതങ്ങളെ പറ്റിയിട്ടും പഠിക്കാനുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള പല സംവാദങ്ങളും ക്ലാസ്സിൽ നടക്കാറുണ്ട്. അപ്പം ഒരു പെൺകുട്ടി പറഞ്ഞതാണ്, എല്ലാ മതത്തിലും പുരുഷ മേധാവിത്വമാണ്. നമ്മൾ അതിന് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളതിനെ എതിർത്തു. അപ്പോൾ അവൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ പർദ്ദ ഡിസൈൻ ചെയ്തത് പോലും ഈ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓടാൻ കഴിയും, ചാടാൻ കഴിയും. ഈ പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഓടാനും പറ്റില്ല. പുരുഷന്മാരാണ് ഇത് നിർമ്മിച്ചത്. അതുപോലെ തന്നെ ഇസ്ലാമിൽ എന്ന് വെച്ചാൽ ഫുള്ളും പുരുഷ മേധാവിത്വമാണ്. അത് വേറെ ഒന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രവാചകന്മാർ ഒരുപാട് വന്നു, എന്തുകൊണ്ട് ഒരു സ്ത്രീയായിട്ട് ഒരു പ്രവാചകന് എന്തുകൊണ്ട് അള്ളാഹു നിർമ്മിച്ചില്ല? അപ്പോൾ ഇതൊക്കെ നിർമ്മിച്ചത് പുരുഷന്മാരാണ്. ഇസ്ലാം എന്നത് ഒരു പുരുഷ മേധാവിത്വ മതമാണ് എന്ന് അവൾ പറഞ്ഞു. അപ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ്, ഇസ്ലാം എന്നത് ഒരു പുരുഷ മേധാവിത്വ മതമാണോ? ഇസ്ലാം പുരുഷ മേധാവിത്വപരമാണ്. അതിന് തെളിവാണ് പർദ്ദ ഡിസൈൻ ചെയ്ത ആണുങ്ങളാണ്, നബിമാരായിട്ട് പെണ്ണുങ്ങളാരും വന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ
എന്താണ് പുരുഷ മേധാവിത്വം എന്ന് പോലും എൻ്റെ സുഹൃത്തിന്, എൻ്റെ ഈ പറഞ്ഞ പെൺസുഹൃത്തിന് അറിയില്ല എന്നാണ് എനിക്ക് വളരെ 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 സങ്കടകരമായി പറയാൻ. ആൺകോയ്മ എന്ന് പറയുന്നത് എപ്പോഴും യഥാർത്ഥത്തിൽ ആണിന് പറ്റിയ രൂപത്തിൽ പെണ്ണിനെ സജ്ജമാക്കുക എന്നുള്ളതാണ് ആൺകോയ്മ ചെയ്യുക. ആണിന് പറ്റിയ രൂപത്തിൽ പെൺശരീരം ആണിന് പറ്റിയ രൂപത്തിലാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കലാണ് ആൺകോയ്മ, പുരുഷ മേധാവിത്വം ചെയ്യുക. ഇവിടെ പെണ്ണിൻ്റെ ശരീരത്തെ പരമാവധി ആസ്വദിക്കുക എന്നുള്ളത് ആണിൻ്റെ സ്വാഭാവികമായ ഒരു ത്വരയാണ്. ആണിൻ്റെ കണ്ണ് എന്നുള്ളത് അവൻ്റെ ലൈംഗികതയുടെ നല്ലൊരു ശതമാനം കണ്ണിലൂടെ നിർവഹിക്കപ്പെടുന്നു. ആണുങ്ങൾ മാത്രമുള്ള സഹസില പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ പുരുഷന് കണ്ണിലൂടെ അവൻ്റെ ലൈംഗിക സംതൃപ്തിയുടെ നല്ലൊരു ശതമാനം നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ അർദ്ധനഗ്നത, പെണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് പുരുഷൻ്റെ ആഗ്രഹമാണ്. അപ്പം അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിടെ രണ്ടാമത്തത് പ്രവാചകന്മാർ വരാനുള്ളതാണ്. എന്താണ് പ്രവാചകന്മാർ എന്നുള്ളത്? പ്രവാചകന്മാർ എന്നത് വലിയൊരു അവകാശമാണ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ സഹോദരിയുടെ പ്രശ്നം വരുന്നത്. പ്രവാചകത്വം എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്, വലിയൊരു പ്രയാസമാണ്. അത് ഏറ്റെടുക്കുക എന്നത് ഭയങ്കരമായ പ്രയാസകരമായ ഒരു ഉത്തരവാദിത്വമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം എടുക്കുക, മുമ്പുള്ള പ്രവാചകന്മാരുടെ ചരിത്രം എടുക്കുക. അവർ ഏറ്റെടുത്ത ഉത്തരവാദിത്വം അത് നിർവഹിക്കുന്നതിന് വേണ്ടി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നു, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നാട് വിടേണ്ടി വന്നു, അവർക്ക് ആരോപണങ്ങൾ സഹിക്കേണ്ടി വന്നു. ഇങ്ങനെയെല്ലാം സഹിക്കേണ്ട, ആ സഹിക്കുന്ന സന്ദർഭത്തിലൊന്നും ചഞ്ചലതയില്ലാതെ മുന്നോട്ട് പോകേണ്ട വലിയ ഒരു ഉത്തരവാദിത്വമാണ് പ്രവാചകത്വം. ആ പ്രവാചകത്വം എന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് പെണ്ണിനെ പടച്ചോൻ ഒഴിവാക്കി വെക്കുക വഴി പെണ്ണിന് ആ ഒരു പ്രയാസകരമായ ഉത്തരവാദിത്വം ഏൽപ്പിക്കാതിരുന്നത് അവളുടെ ശാരീരിക മാനസിക പ്രകൃതികൾ അതിനനുയോജ്യമല്ലാത്തത് കൊണ്ടാണ്. മുഹമ്മദ് നബി നേരിട്ടതുപോലെയുള്ളൊരു പ്രയാസം ഒരു പെൺപ്രവാചക എന്ന രൂപത്തിൽ വരുന്ന ഒരാൾക്ക് നേരിടാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ അവളുടെ മനസ്സെപ്പോഴും വികാരപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ പെണ്ണിന് അത്തരം പ്രയാസങ്ങളിൽ, പീഡനങ്ങളിൽ, പ്രശ്നങ്ങളിൽ പിടിച്ചു നിൽക്കാനും നേതൃത്വം വഹിക്കാനും കഴിയില്ല എന്നതുകൊണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇസ്ലാം അവളെ ഒഴിവാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉത്തരവാദിത്തമാണ്, വലിയൊരു ബാധ്യതയാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ പ്രവാചകന്മാരായി പറഞ്ഞയക്കാതിരുന്നത്. പെണ്ണുങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണ്. അതോടൊപ്പം തന്നെ പുരുഷന്മാരെ അടക്കം ഉള്ള ആളുകളെ, മനുഷ്യരെ മൊത്തത്തിൽ മതത്തിലേക്ക് ക്ഷണിക്കുക എന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തം പെണ്ണിൻ്റെ ശാരീരിക പ്രകൃതിക്കും അനുസരിച്ച് പ്രാരീരിക പ്രകൃതിക്കും വിരുദ്ധമായിരിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് അത്തരം ഒരു ഉത്തരവാദിത്തം, പ്രവാചകത്വമാകുന്ന ഉത്തരവാദിത്തം പടച്ചവൻ ഏൽപ്പിക്കാതിരുന്നത് എന്ന് നമ്മൾ എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ ഒരു പെൺ ശാരീരിക മാനസിക പ്രകൃതി അനുസരിച്ച് അത്തരം വലിയ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അവൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അസ്ലം, സ്ഥലം കോഴിക്കോട്. ഈ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പൊതുസമൂഹത്തിൽ നിന്ന് വന്ന ഒരു കാര്യമാണ് ലോകപ്രശസ്തരായ പല വനിതകളും ബേനസീർ ഭൂട്ടോയെ പോലെ, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഫാത്തിമ ബീവിയെ പോലെ, ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ പോലെയുള്ള പല മഹത് വനിതകളും ശിരോവസ്ത്രധാരികളായിരുന്നില്ല. പക്ഷേ അവർക്ക് സമൂഹത്തിൻ്റെ ഉന്നത നിലയിൽ എത്തിച്ചേരുവാനും സാധിച്ചു എന്ന രീതിയിൽ പൊതുസമൂഹം ഒരു വിലയിരുത്തുന്നുണ്ട്. ഇതിനെ ഇസ്ലാം ഏത് രീതിയിലാണ് ഈ ഒരു സംശയത്തെ നോക്കിക്കാണുന്നത്? ഇസ്ലാമിന് ഈ ഒരു അഭിപ്രായത്തോട് എന്ത് പ്രതികരണമാണ് അറിയിക്കാനുള്ളത്? ജസ്റ്റിസ് ഫാത്തിമ ബീബി അല്ല, 14 നൂറ്റാണ്ട് മുമ്പുണ്ടായ ഫാത്തിമ ബീബി നമ്മളെ മാതൃക. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ലോകത്തുള്ള പലരെ പേരും പറഞ്ഞിട്ട്, മുസ്ലിം പേരെടുത്ത് പറഞ്ഞിട്ട് ഓരോന്നും അത് ചെയ്യണില്ല എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എന്തർത്ഥമാണുള്ളത്? ഇപ്പോൾ മലയാളത്തിൽ ഒരു അഭിസാരികയുടെ ഇതുണ്ട്, ഒരു ആത്മകഥ. അവരുടെ പേരെന്താണ്? നളിനി ജമീല.
ഇപ്പം നളിനി ജമീലയെ പോലുള്ള, ജമീല എന്നാണ് അവരുടെ പേര്, നളിനി ജമീലയെ പോലുള്ളൊരു സ്ത്രീക്ക് അഭിസാരികയാകാമെങ്കിൽ എന്തിനാണ് ഇസ്ലാം വ്യഭിചാരത്തെ എതിർക്കുന്നത് എന്ന് ഒരു വിവരം കെട്ടവൻ ചോദിച്ചാൽ അയാളുടെ വിവരം കേടുന്നല്ലാതെ വേറെന്താ പറയാൻ പറ്റുക? വേറൊന്നും പറയാൻ പറ്റൂല അതിന്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ, ആ നിയമങ്ങളുടെ തലം വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതല്ലാതെ ഏതെങ്കിലും വ്യക്തികൾ അത് അനുഷ്ഠിക്കുന്നുണ്ടോ, വല്ല വ്യക്തികൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നല്ല പരിശോധിക്കേണ്ടത്. തീർച്ചയായും ഇസ്ലാമിക നിയമങ്ങളിൽ പലതും അനുസരിക്കാത്ത ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, പൊതുസമൂഹത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാം ഉണ്ടാകും. ആ നിയമങ്ങൾ അനുസരിക്കാത്ത ആളുകൾ അത് ചെയ്യുന്നു, അതിന് ആരും എതിർ പറഞ്ഞിട്ടില്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അതിനും ആരും എതിർ പറഞ്ഞിട്ടില്ല. ഇവിടെ പ്രശ്നം ആ നിയമങ്ങൾ അനുസരിക്കുവാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം. നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇസ്ലാമികമായ നിയമങ്ങളിൽപ്പെട്ട ഒരു നിയമമാണ് ശിരോവസ്ത്രമണിയ എന്നുള്ളത്. ഇനി ഇസ്ലാമിക നിയമം എന്നല്ല, ലോകത്ത് ഏത് മതത്തിൻ്റെ നിയമമാണെങ്കിലും, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമായിരിക്കുന്നിടത്തോളം കാലം മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, ഇവിടുത്തെ പൊതുസമൂഹത്തിന് അപകടമില്ലാത്ത രൂപത്തിലായിരിക്കുന്നിടത്തോളം കാലം മതനിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടാവണം. അതാണ് ഈ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ. ആ മതനിരപേക്ഷതയുടെ യഥാർത്ഥത്തിലുള്ള ആത്മാവ് മനസ്സിലാക്കാതെ ഇങ്ങനെ എന്തെങ്കിലും പറയുന്ന ആളുകളോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രശ്നം അത്തരം ആളുകളെല്ലാം നല്ല ആളുകളായി തീർന്നിട്ടുണ്ട്. തീർച്ചയായും അവർ മുസ്ലിങ്ങളല്ലാത്ത എത്രയെത്ര ആളുകൾ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വന്നിട്ടുണ്ട്. മുസ്ലിങ്ങളല്ലല്ലോ ലോകത്തുള്ള ശാസ്ത്രജ്ഞന്മാരെല്ലാം, മുസ്ലിങ്ങളല്ലല്ലോ 2-3 രാജ്യങ്ങളത് മാത്രമല്ല ഇവിടെ പറഞ്ഞത്. ലോകത്ത് ഒരുപാട് രാഷ്ട്രങ്ങളുണ്ട്, ആ രാഷ്ട്രങ്ങളുടെ നായകന്മാരൊന്നും മുസ്ലിങ്ങളല്ല. ഇവിടെ ആർക്കും ഏത് മതമനുസരിച്ച് ജീവിച്ചും ഏത് കോലത്തിലും അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് വ്യത്യസ്തങ്ങളായ രംഗങ്ങളിൽ ഉയർന്നു പോകാം, ഒരു സംശയമില്ല. അതുകൊണ്ട് ഒരാൾക്ക് യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചുകൊണ്ട് ഉയർന്നു പോകാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുമോ? ഉയർന്നു പോകാൻ പറ്റുകയില്ല എന്ന് പറയുന്ന ഫാഷിസത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. തീർച്ചയായും ഒരാൾക്ക് ശിരോവസ്ത്രമണിയാതെയും ഇസ്ലാമികമായ വസ്ത്രധാരണം ഇല്ലാതെയും ഒരാൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയുമെങ്കിൽ, ഒരു മുസ്ലിം പെണ്ണിനാകട്ടെ, ഹിന്ദു പെണ്ണിനാകട്ടെ, ക്രിസ്ത്യൻ പെണ്ണിനാകട്ടെ, ആർക്കും ഇതേപോലെ ശിരോവസ്ത്രം അണിഞ്ഞുകൊണ്ടും ഹിജാബ് ധരിച്ചുകൊണ്ടും ഒരു പെണ്ണിന് കഴിവുണ്ടെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിയണം. അപ്പോഴാണ് ഇന്ത്യ രാജ്യം മതനിരപേക്ഷ എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനർത്ഥം അത് പറ്റൂല, ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ആണെങ്കിൽ അതെല്ലാം അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ, പ്രധാനമന്ത്രി ആവേണ്ട, പരീക്ഷ എഴുതണമെങ്കിൽ അഴിച്ചു വെക്കണം എന്നപ്പോൾ പറയണത്, പിന്നെ പ്രധാനമന്ത്രി പിന്നല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, എത്ര പിന്നോക്കത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര പ്രാകൃതമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കാണ് നമ്മൾ പോകണതെന്ന് ആലോചിച്ച് നോക്കുക. ഒരാളുടെ വിശ്വാസം അനുസരിച്ച് അയാൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു പരീക്ഷ എഴുതണമെങ്കിലും അഴിച്ചു വെക്കണമെന്ന് പറയാൻ, അത് യഥാർത്ഥത്തിൽ വളരെ പ്രാകൃതമായ ഒരുതരം കാടൻ വർത്തമാനമാണത്. എങ്ങനെയാണതിന് കഴിയുക ഒരു മതനിരപേക്ഷ സമൂഹത്തിൽ? കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു തലം വെച്ചുകൊണ്ടാണ് അതിനെ കാണേണ്ടത്. യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ പരമാവധി മുന്നിലേക്ക് പോകാൻ കഴിയുമെന്നുള്ളതിന് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഇന്നുമുണ്ട്. കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എടുക്കുക. മെഡിക്കൽ കോളേജുകളിൽ സ്ത്രീകളായ പ്രിൻസിപ്പാൾമാരുടെ എണ്ണം എടുക്കുക. അതിൽ നന്നായി ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ പ്രിൻസിപ്പളായ ആളുകളുടെ പേര് നിങ്ങൾക്ക് കാണാൻ കഴിയും. കേരളത്തിലെ രാഷ്ട്രീയ രംഗത്താണെങ്കിലും ഉയർന്ന കുഞ്ചിക സ്ഥാനങ്ങൾ വഹിച്ച ആളുകളുടെ ലിസ്റ്റ് എടുക്കുക. അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ആ കുഞ്ചിക സ്ഥാനങ്ങൾ, രാഷ്ട്രീയമായ രംഗങ്ങളിൽ ഉയർന്ന തലങ്ങളിൽ പ്രശോഭിച്ച ആളുകളെ കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇസ്ലാമികമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് തന്നെ പരമാവധി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന് കേരളീയ സമൂഹം തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിൽ, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലെ സ്ഥിതി അത് തന്നെ ഞാൻ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരം ഒരവസ്ഥയിൽ ഇവിടെ നമ്മൾ നിയമം ഉപയോഗിച്ചിട്ട് ഇസ്ലാമിക വസ്ത്രധാരണത്തെ തടയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ അത് പ്രാകൃതത്വമാണ്, അത് പിന്നോക്കമാണ്, അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട്
ഒരു ഫേസ്ബുക്ക് കമൻറ്റ് വായിക്കുകയുണ്ടായി. ഈ ഒരു സംഭവം ഭരണകൂടവും ജുഡീഷ്യറിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റ് വായിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായമാണ് ചോദിച്ചത്, എനിക്കറിയില്ല. അതാണ് കാരണം ഭരണകൂടവും ജുഡീഷ്യറിയും തമ്മിൽ ഒത്തുകളി നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാകാതെ ഞാനെങ്ങനെ പറയാം. ഇത് സംഗതി ഭരണകൂടത്തിൻ്റെ ഒരു ആളുകൾ ആണ് ഇതിൻ്റെ ആദ്യത്തെ ഈ ഒരു നിയമമുണ്ടാക്കിയത്. എന്നാൽ കോടതി ഒരു നിരുത്തരവാദപരമായ പരാമർശമാണ് നടത്തിയത്. അതിൻ്റെ പിന്നിൽ വല്ല കളിയും നടന്നിട്ടുണ്ടോ നമുക്കറിയാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷമീർ ഖാൻ, പഠിക്കുന്നത് വയനാട് WMO കോളേജിൽ. ഈ ശിരോവസ്ത്ര വിവാദം ഒരു ചർച്ചയായ സമയത്ത് ഫേസ്ബുക്കിലൂടെ ഒരു കാര്യം പ്രചരിക്കുകയുണ്ടായി. ആണും പെണ്ണും കൂടിക്കലരുന്ന നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസം ഹറാമാണെന്നും അതുപോലെ തന്നെ ഈ രൂപത്തിലൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രവേശന പരീക്ഷയിൽ ശിരോവസ്ത്രം അഴിച്ചു വെക്കണമെന്ന് പറയുമ്പോൾ അതിടാൻ വേണ്ടി പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്യുന്ന സംഘടനകളൊക്കെ ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകളെ വറചട്ടിയിൽ നിന്നും എഴുതിയിലേക്ക് എടുത്തിടുകയാണ് എന്ന ഒരു കാര്യം പ്രചരിക്കുകയുണ്ടായി. അതിനുള്ള മറുപടി എന്താണ്? ആണും പെണ്ണും ഒന്നിച്ചിരുന്നുള്ള വിദ്യാഭ്യാസം തന്നെ ഹറാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം സ്ത്രീകളെ അപകടത്തിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്ന് പറയുന്നതിനുള്ള മറുപടി യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീക്ക് തീർച്ചയായും ഇസ്ലാമികമായ വിധിവിലക്കുകൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും പാലിക്കേണ്ടതുണ്ട്. ആ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഏത് തലത്തിലും വിദ്യാഭ്യസിക്കുവാൻ മുസ്ലിം സ്ത്രീക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് ഇസ്ലാമിക ചരിത്രം വ്യക്തമാക്കുന്നത്. എന്നാൽ ഇസ്ലാമികമായ വിധിവിലക്കുകൾ പാലിക്കേണ്ടതുണ്ട് അവൾ എവിടെയാണെങ്കിലും. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ഏത് തരത്തിൽ ഇത് പറയുന്ന ആളുകൾ ആ പറയുന്ന ആളുകളുടെ തലത്തിൽ എത്തിച്ചേരുവാൻ ആവശ്യമായ വിദ്യാഭ്യാസപരമായ സംഗതികൾ ലോകത്ത് മുസ്ലിം പണ്ഡിതന്മാർ ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് നിവേദനം ചെയ്ത ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അടുത്ത ആ ചെയിനിൽ അടുത്ത ആളാരാ? അടുത്ത ആളുകൾ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട 2000-ലധികം ഹദീസുകൾക്ക് പുനർനിവേദനം ചെയ്ത ആളുകൾ 20,000-ലധികം ആളുകൾ ഉണ്ടാവും. അതിൽ നിന്ന് പിന്നീട് പുനർനിവേദനം, അങ്ങനെയാണ് ബുഖാരിയിലും മുസ്ലിമിലും എത്തുക. ഈ ആളുകൾ എല്ലാം പുരുഷന്മാരാണ്. ആ പുരുഷന്മാരുമായി സംസാരിക്കാതെ, പുരുഷന്മാർക്ക് ഇത് പറഞ്ഞു കൊടുക്കാതെ ഒരിക്കലും ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഹദീസ് കൊടുക്കാൻ പറ്റൂല. ഹദീസ് അടുത്ത തലമുറക്ക് കൊടുക്കാൻ പറ്റൂല. ഈ ആയിഷ റളിയല്ലാഹു അൻഹ തീർച്ചയായും ചില വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ആണുങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത്. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തീർച്ചയായും മുസ്ലിം സ്ത്രീക്ക് പഠിക്കുവാനും ആ പഠിച്ച് ഉന്നതിയിലെത്തുവാനും എല്ലാമുള്ള സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ വിധിവിലക്കുകൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഇസ്ലാം എതിർത്തിട്ടുള്ളത്. അതേസമയം വിദ്യാഭ്യസിക്കാനേ പാടില്ല എന്നൊരു തലത്തിലേക്ക് പോകുന്നത് ഇസ്ലാമിനല്ല, ഇസ്ലാമിക സമൂഹത്തിനല്ല, ഇസ്ലാമിക സമൂഹത്തിൻ്റെ നന്മക്കല്ല നിമിത്തമാവുക. മാത്രമല്ല അങ്ങനെ ഈ ഒരു ജഡത്വം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലോകത്ത് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ മാത്രമേ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ഈ പറഞ്ഞ ആളുകളുടെ വാദം അംഗീകരിച്ചാൽ വരിക. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടെല്ലാമുള്ള കലാലയങ്ങളും കാര്യങ്ങളും ഉണ്ടായി വരിക എന്നുള്ള പ്രായോഗികമായിട്ട് നടക്കുള്ളൂ. അപ്പം അതിന് പകരം അത് യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകളെ, മുസ്ലിം സമൂഹത്തെ പിന്നോട്ട് മാത്രമേ നയിക്കുള്ളൂ. അതിനാണെങ്കിൽ അത് അവരുടെ തലച്ചോറിൽ തോന്നുന്ന ഒരാശയം എന്നല്ലാതെ അതിന് ഇസ്ലാമികമായ തെളിവുകളൊന്നുമില്ല. അങ്ങനെ അവർ പറയുന്ന രൂപത്തിൽ ഉള്ള ഇസ്ലാം നടപ്പാക്കാൻ തുടങ്ങിയാൽ കഅബാലയവും അതേപോലെ മദീനയെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും. മദീനത്തെ പള്ളിയും ഹറമും പള്ളിയെല്ലാം അടച്ചു പൂട്ടേണ്ടി വരും. അവർ പറയുന്ന രൂപത്തിലുള്ള ഇഖ്തിലാത്ത് ഇല്ലാതാകണം എന്ന് വിചാരിച്ചാൽ ഹറമിൽ നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റൂല, അവിടെ നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെയെല്ലാമുള്ള സ്ഥലമാണ് ഉണ്ടാവുക. അങ്ങനെ ഒന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച തരത്തിൽ ഉള്ള തീർച്ചയായും ഉള്ള മറകളും തീർച്ചയായും ഉള്ള നിയമങ്ങളും നിബന്ധനകളും പാലിക്കുവാൻ മുസ്ലിം സ്ത്രീ ഏത് സമയത്താണെങ്കിലും ബാധ്യസ്ഥയാണ്. അത് പാലിച്ചുകൊണ്ട് അവൾക്ക് ഉയർന്ന തലങ്ങളിൽ എത്തുവാൻ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ആ അനുവാദത്തെ ഇസ്ലാമികമായ ഹിജാബിൻ്റെ പേരിൽ തളക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ പിന്നിലേക്ക് കൊണ്ടുപോകുവാനാണ്. അത് ഇസ്ലാം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും.
പിന്നെ അങ്ങനെയാണെങ്കിൽ അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പ്രവാചകനായിട്ട് തെരഞ്ഞെടുത്തത് എന്താണ്? മുഹമ്മദ് നബി നല്ല ഒരു മനുഷ്യനായിട്ട് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ്. അപ്പം എനിക്കറിയില്ല, ഇനിയിപ്പോൾ ഞാൻ എന്താ അറിവില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത്, സോറി. ഓക്കെ. പിന്നെ അതാണ്. പിന്നെന്താണ്, പിന്നെ നമ്മൾ പറഞ്ഞിട്ടാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ നാട്ടിലെന്താണ് മേഖലൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എന്നെ വേണമെങ്കിൽ എന്താണ് ജില്ലേൻ്റെ പ്രസിഡൻറ്റും സംസ്ഥാനത്തിൻ്റെ പ്രസിഡൻറ്റും ഒക്കെ അല്ല, അങ്ങനത്തെ ഒക്കെ രീതിയിൽ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പോയി എത്താം. പക്ഷെ എൻ്റെ മനസ്സിൽ എന്താണ് റിയാ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയോണ്ട് എന്താണ് ഞാനിപ്പോൾ അങ്ങോട്ടൊന്നും പോകാനായിട്ടില്ല. ഞാനിപ്പോൾ എന്താണ് ഇപ്പം എൻ്റെ സ്വന്തം നാട്ടിലൊക്കെ എന്താണ് ആരും അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടൊക്കെ ആയിട്ട് എന്താണ് പ്രബോധനം കാര്യങ്ങളൊക്കെ ആയിട്ട് നടത്താം. ഇനി അങ്ങനെ പോയിക്കാണ് എൻ്റെ മനസ്സിൽ റിയാ വരും. അതുകൊണ്ട് ആ സ്റ്റേജിലേക്ക് എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നോക്കാന്നുള്ള രൂപത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാർ എന്താണ് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് നമ്മളെ ഈ പ്രബോധനം കാര്യങ്ങളൊക്കെ നല്ല എന്താണ് ഊർജ്ജസ്വലമായിട്ട് പോവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. വേറെ സംഭവം എന്താ വെച്ചാൽ, പിന്നെ എൻ്റെ സുഹൃത്ത് പറയണതും മനസ്സിലാക്കുന്നതും ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ശരിക്കും കൃത്യമായിട്ട് പഠിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പൊതു സ്റ്റാറ്റസിലെല്ലാം നിങ്ങളൊരു ചോദ്യമോ കാര്യങ്ങളോ നിങ്ങളുടെ അഭിപ്രായം ഉന്നയിക്കുമ്പോൾ അത് ഉണ്ടാക്കാവുന്ന ഒരു ഫലവും പ്രതിഫലനം കൂടി മനസ്സിലാക്കിയിട്ടാവുക അത്തരം സംസാരങ്ങൾ. അത് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ പറഞ്ഞത് തന്നെ തെറ്റാണ്. തുടക്കം തന്നെ പറഞ്ഞത് നബിൻ്റെ ജീവിതം എങ്ങനെ പഠിച്ചോ നോക്കിയിട്ട് നബി കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോൾ നബിനാണ് തിരഞ്ഞെടുത്ത് അയച്ചല്ല. നബിനെ ഇതിനായിട്ട് പഠിച്ചോൻ സജ്ജമാക്കി കൊണ്ടുവന്നതാണ്. അങ്ങനെയാണല്ലോ ഇസ്ലാമികമായ നിയമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകത്വത്തിന് പറ്റിയ രൂപത്തിൽ പഠിച്ചവൻ വളർത്തി കൊണ്ടുവന്ന് പ്രവാചകത്വം കൊടുത്താണ്. ഇതിനുള്ള വിഷയം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞതുണ്ടല്ലോ, ഇത് എല്ലാം ഇസ്ലാമിക സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ പിന്നെ എന്താ പറയുക ഈ ഉജാലമുഖ്യ ടൈപ്പ് ആളുകളുടെ ഉജാലമുഖ്യ ടൈപ്പ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കറുപ്പ് പോലും ഇല്ലാത്ത ടൈപ്പ് ആളുകളുടേതാകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കല്ലേ. ഇസ്ലാമിക സമൂഹം ഏറ്റവും പെർഫെക്റ്റ് റസൂലുള്ളാഹിന്റെ സമൂഹമല്ലേ? അല്ലേ? ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമൂഹത്തിൽ മുനാഫിക്കുകളുണ്ട്. ആ മുനാഫിക്കുകളെ റസൂൽ അങ്ങനെ ചൂണ്ടിയിട്ട് ഇപ്പം മുനാഫിക്കാട്ടോ ഓ മുനാഫിക്കാണ്ടോ അതുകൊണ്ട് ഓനോട് പറയരുതിട്ടോ ഒബനെ ആക്കരുതിട്ടോ അങ്ങനെ പറഞ്ഞോ റസൂലുള്ളാഹി. മുനാഫിക്കുകൾ എന്ന് പറഞ്ഞാൽ മുനാഫിക്കുകൾക്ക് കൊമ്പുണ്ടായില്ല. അവരും മുസ്ലിങ്ങളെപ്പോലെ മുസ്ലിം സമുദായത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ ബദറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പോരാടാൻ റെഡിയാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഉഹദിൽ റസൂലുള്ളാഹിന്റെ ഒപ്പം പോയ ആളുകളുണ്ട്. ഇതെല്ലാം മുനാഫിക്കുകളാണ് പറയണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന പ്രവാചകനോടൊപ്പം ജീവിച്ചിരുന്ന പ്രവാചകന്റെ സദസ്സിലുണ്ടായിരുന്ന ആളുകൾ മുനാഫിക്കുകളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓലെല്ലാം ഒന്ന് ശുദ്ധീകരിക്കുക, ശരിയാക്കുക, എന്നിട്ട് ആക്കാൻ നമുക്ക് ബാക്കിയുള്ളവരത്തൊക്കെ പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഏത് സമൂഹത്തിലാണെങ്കിലും എല്ലാ തരത്തിലുള്ള പെർഫെക്ഷൻ എന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്കറിയാമോ അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറദു അൻഹു എന്ന് പറഞ്ഞ സമൂഹം, അഥവാ അള്ളാഹു അവരിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവര് അള്ളാഹുവിനും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന സമൂഹത്തിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് മദ്യപിച്ച ആളുകൾ അടിക്കേണ്ടി വന്നത്. സ്വഹാബി സമൂഹത്തിൽ നിന്ന് മദ്യപിച്ചവരെ അടിക്കേണ്ട അവസ്ഥ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. വേറെ പറയണോ നിങ്ങൾക്ക്? വേറെ പറയേണ്ടതുണ്ടോ? ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഉണ്ടെങ്കിൽ പോലും അത്തരം ആളുകളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന സഹാബി കള്ളുടിയനായിരുന്നു എന്ന് പറയാൻ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ സമൂഹത്തിൽ നമ്മളിങ്ങനെ നല്ലൊട്ടികള് ബാക്കിയുള്ളവരെങ്ങനെ നോക്കുമ്പോൾ ഓർക്ക് ഇന്നത്തെ കരാറ്, ഓരോ താടിക്ക് നീളം കുറവ്, അവരെ നിസ്കാരത്തിൽ കാല് സ്ട്രൈറ്റ് അല്ല, അവരിങ്ങനെ നിൽക്കുമ്പോൾ തോളിങ്ങനെ ശരിയാക്കി വെച്ചിട്ടില്ല, ഇതെല്ലാം നോക്കി നടക്കുന്നതിന് പകരം എൻ്റെ സുഹൃത്തിനെ പറഞ്ഞതുപോലെ നമ്മളിലേക്ക് നോക്കുക ആദ്യം. പിന്നെ റിയാവ് വരുമെന്ന് പഠിച്ചാൽ പണിയെടുക്കാതിരിക്കുക, ഇത് വേറൊരു ശൈത്താനീയത്താണ്. അങ്ങനെയാണെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് തീരുമാനിക്കായിരുന്നു, അടച്ചോനെ റിയാവ് വരുമല്ലോ, അതുകൊണ്ട് ഞാൻ ഈ ഏർപ്പാട് ഞാനത് ഏറ്റെടുക്കൂലാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ. ഇങ്ങനെയല്ല മുസ്ലിം ഉണ്ടാവേണ്ടത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന പണി മുഴുവനും ചെയ്യുക, റിയാവ് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടത്. അതല്ല റിയാവ് വരുമല്ലോ എന്ന് വിചാരിച്ച് ദാവത്തിന് പോകാതിരിക്കുക, റിയാവ് വരുമല്ലോ എന്ന് വിചാരിച്ച് പ്രസംഗിക്കാതിരിക്കുക, റിയാവ് വരുമല്ലോ എന്ന് വിചാരിച്ച് എഴുതാതിരിക്കുക, റിയാവ് വരുമല്ലോ എന്ന് വിചാരിച്ച് ജില്ലാ സെക്രട്ടറി ആകാതിരിക്കുക, ഇതൊന്നുമല്ല ചെയ്യേണ്ടത്.
ഇപ്പം എല്ലാവരും എഴുതാൻ കഴിയുന്ന ആൾക്കാർ എൻ്റെ പേരിങ്ങനെ എഴുതി ബുക്കെല്ലാം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പുസ്തകമെല്ലാം വരുമ്പോൾ എനിക്ക് റിയാവ് വരാൻ സാധ്യതയുണ്ടല്ലോ, അപ്പോൾ ഞാൻ എഴുതാതിരിക്കുക അങ്ങനെ തീരുമാനിച്ചാൽ. പ്രസംഗിക്കാൻ പറ്റുന്ന ആൾക്കാർ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ആളുകൾ കൂടും, അപ്പോൾ ആൾക്കാരെല്ലാം എന്നെ പറ്റി നല്ല പ്രസംഗം തന്നെ പറയും, അപ്പോൾ എനിക്ക് റിയാവ് വരും, അതുകൊണ്ട് പ്രസംഗിക്കണ്ട എന്ന് തീരുമാനിച്ചാൽ. ഇതേപോലെ തന്നെയാണെല്ലാം, ഇതേപോലെ തന്നെയാണ്. ഞാൻ ജില്ലാ സെക്രട്ടറി ആവൂല, എന്താ എനിക്ക് റിയാവ് വന്നാലോ? ഞാൻ സ്റ്റേറ്റ് സെക്രട്ടറി ആവൂല, എനിക്ക് റിയാവ് വന്നാലോ? അങ്ങനെയല്ല. സ്റ്റേറ്റ് സെക്രട്ടറി ആവാൻ വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, അതിന് നടക്കണം എന്നല്ല. മറിച്ച് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടാൽ ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതിന് സജ്ജമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിന് റിയാവിൻ്റെ പേടി ഒരു തടസ്സമാകാൻ പാടില്ല. റിയാവ് പേടി തടസ്സമാകുന്നത് എപ്പോഴാ? ശൈത്താൻ നമ്മളിൽ ഉണ്ടാക്കുന്നതാണത്. എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ചില പണ്ഡിതന്മാർ ആ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റിയാവ് വരുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നന്മ ചെയ്യാതിരിക്കുക, അത് കാണുന്ന നന്മകളാകുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോവുക എന്നതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനമാണ്. കാണുന്ന പ്രവർത്തനമാണെങ്കിൽ പോലും അത് കാണുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക. പക്ഷെ റിയാഇനെ തടഞ്ഞു നിൽക്കാൻ വേണ്ടി നമ്മൾ നന്നായി സ്ട്രഗിൾ ചെയ്യുക. ആ ജിഹാദിനാണ് നമുക്ക് കൂലി. ജില്ലാ സെക്രട്ടറി ആയി തന്നെ ഞാൻ നിൽക്കുക, ജില്ലാ സെക്രട്ടറി ആയി തന്നെ നിൽക്കുക. എൻ്റെ മനസ്സിലേക്ക് റിയാവ് വരുമ്പോൾ, റിയാവ് വരുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഞാനത് തടഞ്ഞു നിർത്തുക, അള്ളാഹുൽ ശരണം തേടുക. അപ്പോഴാണ് അതിന് കൂലി കിട്ടുക. അതല്ലാതെ നിന്ന് മാറി നിൽക്കാനല്ല യഥാർത്ഥ രീതി എന്ന് കൂടി മനസ്സിലാക്കുക എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ കാര്യത്തിൽ എൻ്റെ സുഹൃത്ത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ പൊതുവേദികളിലെല്ലാം അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മമായി കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടൊരു അഭിപ്രായങ്ങളെല്ലാം പറയാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ ചോദ്യങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഞാനത് പറയുന്നത്.